ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹെയർ കെയർ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന താരൻ മാറാനും മുടി കൊഴിച്ചിൽ മാറാനും മുടിയുടെ ഹൈഡ്രേഷൻ നിലനിർത്താനും സ്പ്ലിറ്റ് എൻഡ്സ് മാറാനും എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഹെയർ കെയർ മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ആലോവേരയും സവോളയാണ് നമ്മുടെ ഇതിലെ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കാമെന്നൊന്ന് പോയി നോക്കിയോ. ആദ്യം നമുക്ക് ഇടത്തരം വലിപ്പമുള്ള ഒരു സവോള എടുക്കാം. അതിൻ്റെ ആ പുറത്തെ തൊലി മാത്രം, ആ പരപര എന്നുള്ളൊരു തൊലി ഉണ്ടാവുമല്ലോ, അത് മാത്രം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം അലോവേര മുറിച്ച് അതിൻ്റെ മഞ്ഞക്കറ പോകാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നേരം നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അലോവേര എടുത്തിട്ട് അലോവേരയുടെ ജെല്ല് മാത്രം നമുക്ക് എടുക്കാം. അത് ഇതേപോലെ സ്പൂൺ കൊണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അലോവേര 2 സൈഡ് ചെത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വെള്ളത്തിലിടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ജെല്ല് എടുത്തിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ സബോള ഉണ്ടല്ലോ, അതൊന്ന് ഇതേപോലെ ചെറുതാക്കി നുറുക്കിയിടുക. ഇത് ഒരാൾക്ക് ഉപയോഗിക്കുന്ന അളവാണ് കേട്ടോ. 2 ആൾക്കാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി നിങ്ങൾ എടുക്കേണ്ടി വരും, എന്നാലേ തികയുള്ളൂ. അതായത് 2 സബോള, 2 തണ്ട് അലോവേരയുടെ ജെല്ലും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അലോവേര തന്നെയാണ്. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നല്ല വലിയ അലോവേരയായ കാരണം ഒരുപാട് ജെല്ല് കിട്ടും. അപ്പോൾ ഒരു അലോവേര എടുത്താൽ മതി കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ 2 തണ്ട് അലോവേര എടുത്തോളൂ കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, വെള്ളം പോലും ചേർത്തിട്ടില്ല. ഒട്ടും വെള്ളം ചേർക്കാണ്ട് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലൊരു ജോർജറ്റിൻ്റെ ഷോളിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. തോർത്തുമുടിലൊക്കെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സത്ത്, അത് അരച്ചെടുത്ത ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ആ ഒരു കൊഴുപ്പിൽ അടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ജോർജറ്റിൻ്റെ ഷോളിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതേപോലെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സത്ത് നന്നായിട്ട് കിട്ടും. താരം പോവാനും മുടി കൊഴിച്ചിൽ മാറാനും സ്പ്ലിറ്റ് എൻഡ്സ് മാറാനും മുടി നല്ല സ്മൂത്തായി സിൽക്കിയായിട്ട് കെടുക്കാനും മുടി കെട്ടുപിടിക്കാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹോം റെമഡിയാണിത്. നിങ്ങളിത് ആഴ്ചയിൽ ഒരു 3 ദിവസം ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ആ മുടിയൊക്കെ നന്നായി ചീകി വൃത്തിയാക്കി നമ്മുടെ എണ്ണയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. എണ്ണ പുരട്ടി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കേട്ടോ നമ്മളിങ്ങനെയുള്ള ഹെയർ കെയറിങ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതാ നന്നായിട്ട് ഞാൻ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ, വളരെ സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമ്മുടെ തലയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. നല്ല ചൂടുള്ള സമയത്ത് ഈ അലോവേരയും സവോളയും അരച്ചിട്ടുള്ള ആ ഒരു സത്ത് നമ്മൾ തലയിൽ തേക്കുമ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ തലയ്ക്ക്. പ്രത്യേകിച്ച് നമ്മൾ ഈ എണ്ണയൊക്കെ പുരട്ടി മുടി നല്ല മയങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിലും ഒരു പ്രത്യേക ഒരു സുഖമാണ്. അപ്പോൾ അത് നന്നായിട്ട് തലയുടെ ബാക്കിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. മുടിയിലേക്ക് നിങ്ങൾ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ കുളിക്കുന്ന സമയത്ത് അതിൻ്റെ സത്തൊക്കെ, തേക്കുന്ന സമയത്ത് അതിൻ്റെ സത്തൊക്കെ നമ്മുടെ മുടിയിലേക്ക് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോർമൽ പച്ചവെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഷാമ്പു യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് പച്ചവെള്ളത്തിൽ കഴുകി കളയാണ് കേട്ടോ. തലയിൽ അത് തേച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ ബോർ വെള്ളത്തിലെ വെള്ളമോ അല്ലെങ്കിൽ കുഴൽക്കിണറിലെ വെള്ളമാണെങ്കിൽ മൈൽഡായിട്ട് നമുക്ക് ഷാമ്പു യൂസ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉഷാറായിട്ട് കാണാം. ടാറ്റ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.